നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ചാരു, ചാരു, നീ കരയില്ലേ? നിന്റെ അക്കുചേട്ടന് ഒന്നും സംഭവിക്കില്ല. ഈ സമയത്താ നമ്മൾ പെണ്ണുങ്ങളെ ധൈര്യം കാണിക്കേണ്ടത്. നീ വെറുതെ കരഞ്ഞ് അസുഖമൊന്നും വരുത്തി വെക്കണ്ട. ആകാശ് ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് നമുക്കറിയാം. പിന്നെ ആരായിരിക്കും ഇതിന്റെ പിന്നില്? വേറെ ആരുമല്ല അമൃതേച്ചി, ശ്രേയ. അക്കുചേട്ടനുള്ള ദേഷ്യം തീർക്ക ശ്രേയ. ഇത് നീ എങ്ങനെ അറിഞ്ഞു ചാരു? ശ്രേയ തന്നെ എന്നോട് പറഞ്ഞത്. എന്നിട്ട് നീ അവളെ ഒന്നും ചെയ്തില്ലേ? വെറുതെ വിടരുതായിരുന്നു. ഞാൻ എന്ത് ചെയ്യാനാ ചേച്ചി? ശ്രേയയുടെ കയ്യില് അക്കുചേട്ടനെതിരെ ഫേക്ക് എവിഡൻസ് ഉണ്ടാവും. ശ്രേയ എന്ത് എവിഡൻസ് ഉണ്ടാക്കിയാലും ആകാശ് പുറത്തു വരും. ശ്രേയക്ക് ഇപ്പൊ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ പറ്റും, പക്ഷെ അത് എന്നേക്കുമല്ല. അമൃതേച്ചി ഇപ്പൊ വന്ന് നന്നായി. എനിക്ക് ചെറിയൊരു ആശ്വാസം കിട്ടി. നീ ടെൻഷൻ ആവണ്ട. ഞാൻ എന്നും നിന്റെ കൂടെ ഉണ്ടാവും ചാരു. ബാല, ബാലിങ്ങനെ വിഷമിക്കല്ലേ. ഗോവിന്ദ, ആകാശ് രാത്രി വല്ലതും കഴിച്ചിട്ടുണ്ടാവോ? അവനൊന്ന് മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടാവോ? ആലോചിച്ചിട്ട് മനസ്സ് നീറിക്കൊണ്ടിരിക്കുക. അവൻ എന്ത് തെറ്റ് ചെയ്തിട്ടായി ശിക്ഷയൊക്കെ? ഞാനും മനസ്സറിഞ്ഞ് ഒരു പാവവും ചെയ്തിട്ടില്ല ഇതുവരെ. എന്റെയും മനസ്സ് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ ഈശ്വരന്മാര്. ഇനി ഞാൻ അറിയാതെ ചെയ്തു പോയ ഏതെങ്കിലും പാപത്തിന്റെ ശിക്ഷയാണോ അവൻ അനുഭവിക്കുന്നത്? ആകാശിന് ഇതിനു മുമ്പ് പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടില്ലേ ബാല? അതിൽ നിന്നൊക്കെ അതിജീവിച്ചാൻ ആകാശവൻ. അതുപോലെ ഇപ്പോഴത്തെ പ്രശ്നത്തിൽ നിന്നും അവൻ പുറത്തു വരും. നമ്മുടെ പ്രാർത്ഥനകൾ വെറുതെ ആവില്ല ബാല. അതിൻ്റെതായ സമയത്ത് ദൈവം ആരെങ്കിലും അയക്കും നമ്മുടെ രക്ഷയ്ക്കായി. ബാല, ബാലം വിഷമിക്കല്ലേ. പറമ്പിൽ ഇത് പണിക്കാറുള്ളതാ. ഞാൻ പോയി നോക്കിട്ട് വരാം. മാഷേ, പ്രസിഡന്റ്, എല്ലാരും ഉണ്ടല്ലോ, വാ അകത്തേക്ക് ഇരിക്കാം. ബാലമാഷേ, ഞങ്ങൾ വന്നതേ തന്റെ സൽക്കാരം സ്വീകരിക്കാനല്ല. പിന്നെ എന്തിനാ വന്നെന്ന് പറ, കേക്കട്ടെ. എടാ, തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ടിന്റെ തുടക്കം വല്ലതും ആണോ? അതെ, അമിട്ടും ഡൈനാമിറ്റും എല്ലാം ഉണ്ട്. അയ്യോ, ഇതൊരു ജാതക്കുള്ള ആളുണ്ടല്ലോ. അളിയെ വിളിച്ചു വരുത്തിയതായിരിക്കും. എന്താ കുഴപ്പം വല്ലതും ഉണ്ടോ? എനിക്കെന്തോ കുഴപ്പം. ഞാൻ കാഴ്ചക്കാരനായി നിന്നോളാം, കാര്യങ്ങൾ നടക്കട്ടെ. മാഷേ, താൻ ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്ന എന്താ? താൻ ഏത് സ്കൂളിലാ പഠിച്ചത്? എടോ ശാന്തപ്പാ, താൻ വന്ന കാര്യം പറഞ്ഞിട്ട് പോവാൻ നോക്ക്. മാഷ് വലിയ ഗൗരവത്തിലാണല്ലോ. മാഷാണെന്ന് പറഞ്ഞ് നടന്നാ പോരാ, അന്തസ് വേണോടോ, അന്തസ്. ഇന്നലത്തോടെ തന്റെ അന്തസ്സും അഭിമാനമല്ല കപ്പല് കയറി. ശാന്തപ്പ മാമൻ തീരി കൊളുത്തിയിട്ടുണ്ടല്ലോ, കത്തിയങ്ങ് കേറട്ടെ. മാഷിന്റെ മോന്റെ വിശേഷങ്ങൾ അറിഞ്ഞപ്പോ എന്റെ വീട്ടിലേക്ക് വന്നിട്ട് മാഷിനോട് പോയി ചോദിക്കൂന്ന് പറഞ്ഞ് എന്നെ ഇവിടെ കൂട്ടിക്കൂട്ട് വന്നിട്ട് നിങ്ങളുടെയൊക്കെ വലുത പഴം വെച്ചേക്കാണ്. എടോ ശാന്തപ്പ, ഞങ്ങൾ തന്റെ വീട്ടിലേക്ക് വന്നോ? താനല്ലേ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത്? അത് പിന്നെ തന്റെ വീടും എന്റെ വീടും ഒന്നുപോലെ അല്ലേടോ. താനത് വിട്.
ഇപ്പൊ നമ്മൾ വന്നത് എന്തിനാണെന്ന് പറഞ്ഞ് അതിനൊരു തീരുമാനം ഉണ്ടാക്ക്. മാഷേ, ആയിരപ്പുറക്കാരെന്ന് പറഞ്ഞാൽ നാട്ടിൽ വിലയും നിലയുള്ള ഒരു കുടുംബമല്ലേ? മാഷിന്റെ അച്ഛൻ ഈ നാട്ടിലൊരു പ്രമാണിയല്ലേ? പക്ഷെ മാഷിന്റെ രണ്ടാമത്തെ മകൻ കാണിച്ചത് എന്താന്ന് കണ്ടില്ലേ? കാശിന് ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ ആ പയ്യന് മാഷിനോട് ചോദിച്ചാ പോരായിരുന്നോ? മാഷ് കൊടുക്കില്ലായിരുന്നോ?